നൈറ്റ് ഇറങ്ങാൻ 9:15 ഷോ. പെട്ടെന്ന് ഓഫീസിൽ പരിപാടി നേരെ പറഞ്ഞാൽ ഈ പല നോക്ക് ആടെ ഞാൻ വിളിക്കാം. ആടെ നല്ലടാ, ആടി ഞാൻ പിന്നെ വിളിക്കാന്ന് പറയേ. ഈ ആരനെയും മറച്ചു വെക്കണത് എന്റെ തള്ളനെ തെറ്റിട്ടപ്പോ തൊട്ട് കാണുന്നതാ. ഇതൊന്നും ഇങ്ങനെ ആക്കിയാലും ഇങ്ങനെ ആക്കിയാലും ഒക്കെ മനസ്സിലാവും അല്ല എൻ്റെ ഉള്ളത്. അപ്പൊ ഇതിനായിരുന്നു എന്റെ അടുത്ത് 1000 റുപ്യ മേടിച്ചതല്ലേ സിനിമക്ക് പോവാന്. നമുക്ക് നാണും വാങ്ങിയില്ലേ? ഓ അതിന് പറ്റിയൊരു മുതലും അതിന് പറ്റിയൊരു മുതലാവോള്. ഇല്ല ഇല്ല, ഓളൊന്നും കാട്ടിട്ടില്ല. ഓള് ദേവത. ഞാനാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നക്കാരി. അന്റെ റൂമാ ഇതെന്റെ പേരില? പിന്നെ എന്റെ റൂം ഇന്റെ ടീമിനൊക്കെ എന്നേടാ എനക്ക് അന്റെ റൂം ഇന്റെ റൂമൊക്കെ ആയത്? ആ നരുന്ന് പോറ്റ ചെമ്മീനെ ഒന്ന് പ്രേമിക്കാൻ തുടങ്ങിയപ്പോഴാ തോന്നി ഉണ്ടായി. പണിസ്ഥലത്ത് ഉണ്ടായി. ഇന്നലെ ഓളറ്റ് അങ്ങടെ പോയിണ്ടായിരുന്നു. ഇന്നലെ സൂപ്പർ മാർക്കറ്റിന്റെ സൈഡിൽ നിന്ന് ആ ബില്ല് അടുന്ന് ഓൺലൈൻ പിടിച്ചിട്ട് എന്റെ ബാക്കിൽ തിരിഞ്ഞ് കൊണ്ടുപോയി. ആൾക്കാര് വന്നിട്ട് എന്നോട് ഓരോന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താ പറയണ്ടേ? എന്താ ഓള അച്ഛനയ്യി ഓള ആങ്ങളയ്യി എടാർക്ക് നാണ് മണ്ട. ആദ്യം ഒരു നല്ല ജോലി നേടുക, എന്നിട്ട് നല്ല കുടുംബത്തൊരു പെണ്ണിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് വേണം ഈ കൊണാപ്പിത്തരത്ത് നിൽക്കാന്. ഇത് താന്തി നന്ന്, തള്ളി നന്ന്, മക്കളും നന്ന്. ഇത് ജെ ഒരു കാര്യം മനസ്സിലാക്കണ. ഇജൊരു പെണ്ണെ സ്നേഹിക്കുന്നത് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷം ഉണ്ടായത്. ഓ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആ പെണ്ണിനെ ഇതിനുള്ളിൽ കൊണ്ടുവരാൻ പറ്റില്ല. അല്ലാണ്ട് ഞാൻ ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഇന്റെ അടുത്ത് രാവിലെ 1000 റുപ്യ കടം മേടിച്ചിട്ട് നാണ് മനുണ്ട പൈസ കടം മേടിച്ചിട്ട് ഓളെ പറഞ്ഞു ഇന്റെ അമ്മയുടെ എന്നാ എന്റെ ഇന്റെ അമ്മ പറയുന്നത് ആ പെണ്ണിനെ ഇതിനുള്ളിൽ കൊറ്റാൻ പറ്റില്ല. ഇന്റെ മോനാവിനെ സ്നേഹിക്കുന്നത് ഇഷ്ടല്ല. ഇതിന്റെ ഉള്ളിൽ ആ പെണ്ണിനെ കൊണ്ടുവരാൻ പറ്റില്ല. കാര്യം പറയാലോ, ഇതെല്ലാവരും പറഞ്ഞോന്നല്ല. ആ പെണ്ണക്ക് ഞാൻ ആ പെണ്ണായിട്ട് ഒത്തിരി ഞാൻ ആ പെണ്ണെ പറ്റി അന്വേഷിച്ചിരിക്കണ്. ഇത്രയും മഹാവൃത്തികെട്ടൊരു പെണ്ണ് ഞാൻ കണ്ടിട്ടില്ല. 10 ആൾക്കാരായിട്ട് ആ പെണ്ണ് സ്നേഹിച്ച് കിടക്കുന്നുണ്ട് ഇപ്പോഴും. ഈ ആദ്യം ഒന്ന് എന്റെ തലച്ചോറിന്ന് മാന്തി എടുത്തിട്ടേ ഒന്ന് നന്നായിട്ട് വളമൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്ക്. എന്റെ തലച്ചോറിന്റെ കുഴപ്പം തന്നെയാണത്. അത് ആദ്യം ഒന്ന് കഴുകി വൃത്തിയൊക്കെ അതിന്റെ ഉള്ളിലൊക്കെ കളഞ്ഞിട്ട് നല്ല മണ്ട വരട്ടാനക്ക് ഇക്കുണ്ട്. അതെ അങ്ങനത്തെ എന്റെ തലച്ചോറ് നന്നായതുകൊണ്ട് തന്നെയാണല്ലോ എന്റെ അച്ഛൻ മരിച്ചിട്ട് വന്ന ഞാൻ പൊന്നു പോലെ അങ്ങനെ നോക്കിണ്ടാക്കിയത്. ഇക്ക് വേറെ കല്യാണം കഴിക്കാറില്ലേ? അതെ. പിന്നെ എന്റെ വീട്ടുകാർ കല്യാണം കഴിച്ചാൽ ഞാൻ എന്താ ചെയ്യാ? ഇങ്ങോട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് 1010 മരിച്ചു പോയെന്നല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഇതുപോലെ വിവേകം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഒതുക്കി വർത്താനം പറഞ്ഞൊക്കെ എന്റെ തള്ളയോടെന്നുള്ള മറക്കണ്ടേട്ടാ. അത് ഈ പറഞ്ഞ പെണ്ണ് വിട്ടിട്ട് ഈ സംസാരിക്കുന്ന മൊത്തം ഈ അമ്മയോടാണ്. ഇത്രയും കാലം ഈ ഒരു 1-2 കൊല്ലം വരെ അനക്ക് ഞാൻ മാത്രം മതിയായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴും അമ്മ വേണം, അങ്ങോട്ട് പോകുമ്പോഴും അമ്മ വേണം, എല്ലാ കാര്യത്തിനും അമ്മ വേണം. ഇപ്പൊ ഈനെ വിളിക്കണ്ട, ഈനെ പറയണ്ട ഒന്നുമല്ല. അതല്ല ഇപ്പത്തെ പ്രശ്നം. ഈ വണ്ടി എടുക്കാനല്ല. ഇത് കോമഡി ആക്കല്ലേ. അതിനോട് പറഞ്ഞ ആദ്യം എനിക്ക് ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ആ പെണ്ണ് യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലാവുമ്പോ ഈ അപ്പ എന്നോട് നെഞ്ഞിത്തടിച്ച് വരരുതിട്ടാ. ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? എനിക്ക് ഇന്റെ കാര്യം തന്നെ നോക്കാൻ നേരില്ല. അല്ലാണ്ട് ഓളടുത്ത് ഒരു മഹിമക്കുറവും ഇല്ല. വിവേകം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാത്തതാ. അമ്മയുടെ നേരക്ക് എല്ലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാര്യം പറിച്ചല്ലോ ഇവിടെ ഒരു ഒച്ചയും ബോൾ ഉണ്ടാക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല ഇക്കണ്ട കാലം വരെ. അതെന്റെ സ്വഭാവ ഗുണം കൊണ്ട്.
ഞാൻ ഒരു കാര്യം പറഞ്ഞ ചക്ക ഇവിടുത്തെ ആ പെണ്ണെ കൊണ്ടുവരാൻ പറ്റൂല. നിങ്ങൾ ഞാൻ എന്തെന്നെ പറഞ്ഞാലും ഞാൻ അവളെ തന്നെ കിട്ടും. എനിക്ക് അവളെ തന്നെ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ എന്ത് കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ അത്ര വലിയ പുണ്യാളത്തിനാവണ്ട. പിന്നെ ഞാൻ ചെയ്തൂടി എന്തേ എന്താ ഇത്ര പൊങ്ങിയത് ഓളെ സപ്പോർട്ട് കൊണ്ടല്ലേ. മനസ്സിലുണ്ടാവും ഓള് വർക്കിനോട്ട് പോവാ അങ്ങോട്ട് പോവാന്നല്ലേ. ആ പൂജയാണ് മനസ്സിൽ വെച്ചോ. ആ നിങ്ങൾ വിഞ്ഞാന്ന് പറഞ്ഞ വർത്താനം പറഞ്ഞില്ല. ഇപ്പൊ ഓരോരുത്തർ പറഞ്ഞു കേട്ടാണ് തുള്ളാൻ നിൽക്കണ്ട. ഇതിലെന്ത് പ്രശ്നം ഉണ്ടാക്കി ഞാൻ ഓളെ തന്നെ വിളിച്ചോണ്ട് അറിയാൻ പാടില്ല. എന്താ മണ്ണിലോട്ടിലാണെങ്കിൽ ഓളെ പണി ഞാൻ കാണിച്ചു തരാടാ.